ടീച്ചേഴ്സ് കോഴ്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റി എന്ന ചാപ്റ്റർ ആണ്. നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമ്മൾ ഇതിന്റെ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ എന്താണെന്ന് ആദ്യം പരിശോധിക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഇവയാണ്. നമുക്ക് ഏതാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ആ കാര്യത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, പിന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ചാർജിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നിരവധി ഡെറിവേഷൻസ് ആണ് ഉള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഇതൊരു ത്രൂലി ലെക്ചർ മെത്തേഡ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ലെക്ചർ മെത്തേഡ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻസ് കാര്യങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, ഒരു പോയിന്റിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എങ്ങനെ കാണാം. ഓക്കെ, അറ്റ് എ പോയിന്റ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു ക്യൂ എന്നുള്ള ചാർജ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ക്യൂ എന്നുള്ള ഒരു ചാർജ് ഇവിടെ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി ഈ ക്യൂ എന്നുള്ള ചാർജ് എന്ന് എപ്പോഴും ഫീൽഡ് ഉണ്ടാവും അല്ലെ. ഈ ക്യൂ ചാർജിന്റെ ചുറ്റും ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ആ ഫീൽഡിൽ ഞാൻ എന്ത് ചെയ്യാം, പി എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ക്യൂ എന്ന ചാർജിന്റെ ഫീൽഡിൽ ഞാനൊരു പി എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ആർ എന്ന് പറയാൻ പറ്റും. എന്താണ് ആർ? ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നേരത്തെ എന്ത് ചെയ്യാൻ പി എന്നുള്ള പോയിന്റിൽ ഞാൻ ഒരു +1 കൂളം ചാർജാണ് കൊണ്ടുവച്ചത്. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻഫിനിറ്റിയിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ഒരു ഇൻഫിനിറ്റിയിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ഇൻഫിനിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യുക, +1 കൂളം ചാർജിനെ കൊണ്ടുവയ്ക്കണം. ഒരു +1 കൂളം ചാർജ് കൊണ്ടുവയ്ക്കണം. ഓക്കെ, അപ്പൊ എന്താ ചെയ്തത്, ക്യൂ എന്നുള്ള ചാർജ് ഉണ്ട്. അപ്പൊ ക്യൂ എന്നുള്ള ചാർജിന്റെ ഫീൽഡ് ഞാൻ പി എന്നുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്തു. ഓക്കെ, ആ ക്യൂ എന്നുള്ള ചാർജും പി എന്നുള്ള പോയിന്റ് ഡിസ്റ്റൻസ് ആണ് ആർ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റിയിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ ഇൻഫിനിറ്റി എന്ന പോയിന്റിൽ ഞാൻ +1 കൂളം ചാർജിനെ കൊണ്ടുവയ്ക്കാം. ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓക്കെ, ഇവിടെ നമ്മളിപ്പോ ചാർജ് ക്യൂ ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാം, +1 കൂളം, അതായത് ഓക്കെ, ഇവിടെ ഒരു പ്ലസ്, അതായത് ക്യൂ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എന്താ, ഒരു പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ. ഓക്കെ, ഇവിടെ ക്യൂ എന്നുള്ള സ്ഥലത്ത് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻഫിനിറ്റി ഉള്ള പോയിന്റിൽ +1 കൂളം ചാർജ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഈ +1 കൂളം ചാർജ് അതായത് പ്ലസ് ക്യൂ ചാർജ് തമ്മിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആണ്. എന്താണ് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ടാവും അല്ലെ. ഓക്കെ, ഈ രണ്ട് തമ്മിൽ എന്ത് ചെയ്യാം, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ടാവും. ഓക്കെ, പോസിറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൾഷൻ ഉണ്ടാവും അല്ലെ. ഇവിടെ രണ്ട് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫിനിറ്റിയിലുള്ള പോയിന്റുകൾ ഉണ്ടായിരുന്ന ആ +1 കൂളം ചാർജ് എന്ത് ചെയ്യുക, പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇൻഫിനിറ്റിയുള്ള ചാർജിനെ എന്ത് ചെയ്യുക, പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇൻഫിനിറ്റിയിൽ ഉണ്ടായിരുന്ന +1 കൂളം ചാർജിനെ പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് കാരണം എന്താ, ആ പി എന്നുള്ള പോയിന്റ് നിൽക്കുന്നത് പ്ലസ് ക്യൂ എന്ന ചാർജിന്റെ ഫീൽഡിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവ് ചാർജിന് എതിരായിട്ടുള്ള, അല്ലെങ്കിൽ പോസിറ്റീവിനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ചാർജ് കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ഒരു വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രം എന്ത് ചെയ്യുക, ആ ഒരു +1 കൂളം ചാർജിനെ പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഈ വർക്കിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ? ഓക്കെ, അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, ഓക്കെ, അപ്പം നമ്മള് ഇവിടേക്ക്, അതായത് ഇതാണ് വർക്ക്, അതായത് +1 കൂളം ചാർജ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രം എന്ത് ചെയ്യാം, +1 കൂളം ചാർജിന് പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. കാരണം എന്താ, ആ +1 കൂളം ചാർജ് പിയിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ വർക്ക് നമുക്ക് ഇവിടെ വർക്ക് ഈസ് ഈക്വൽ ടു, വർക്ക് എന്താണ്, dW. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാം, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമുക്കറിയാം ഈ വർക്ക് നമുക്ക് ഇവിടെ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു d ഇൻറ്റു കോസ് തീറ്റ. ക്ലിയർ ഉള്ളോ? എഫ് ഇൻറ്റു എഫ് ഡി ഇൻറ്റു കോസ് തീറ്റ. കാരണം എന്താ, കോസ് തീറ്റ എല്ലാം ഉണ്ട്, എക്സ് കമ്പോണന്റ് രീതിയിലാണ് കോസ് തീറ്റ ഉണ്ടാവുക. ഓക്കെ, എഫ് ഇൻറ്റു ഡി ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ അറിയാം.
ഓക്കെ, അപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ കിട്ടിയ വർക്കിനെ, ഓക്കെ, ഈ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, അതായത് ഇൻഫിനിറ്റിയുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇൻഫിനിറ്റി +1 കോളനി പിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക കുറെ വർക്ക് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ഇൻഫിനിറ്റിയുടെ പോയിന്റ് ആണ്, അപ്പൊ ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറെ ഡിസ്പ്ലേസ്മെന്റ് വേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഈ ഡിസ്പ്ലേസ്മെന്റിനെ ചെറിയ കമ്പോണന്റിലേക്ക് മാറ്റണം. ഓക്കെ, ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എന്ത് ചെയ്യുക, ചെറിയ കമ്പോണന്റിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നത് സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് dr, അങ്ങനെ എല്ലാ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ dr ആണ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ചെറിയ വർക്ക് എന്ത് ചെയ്യുക, dw. ഓക്കെ, ഈ ചെറിയ വർക്കിനാണ് dw എന്ന് പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന ചെറിയ വർക്ക് dw എന്ന് പറഞ്ഞാൽ dw = എന്ന് പറഞ്ഞാൽ f × dr × cos θ. ഇതിക്കൂടെ സ്മോൾ വർക്ക് dw = f × dr × cos θ. ഇപ്പൊ നമുക്ക് കിട്ടിയ എന്ത് ചെയ്യാം, ചെറിയ വർക്കാണ് കിട്ടിയത്. ഈ ചെറിയ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, വലിയ വർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ dw അല്ലെങ്കിൽ വലിയ വർക്ക് എന്ന് പറയുന്നത് w ഇന്റഗ്രൽ ഓഫ് f × dr × cos θ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇന്റഗ്രേഷൻ ലിമിറ്റ് വേണം. ഓക്കെ, അപ്പൊ ഈ വർക്ക് എവിടെ ചെയ്യുന്നത്, വർക്ക് ഇൻഫിനിറ്റിയിൽ നിന്നിട്ട് പി എന്ന പോയിന്റിലേക്കാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ പി എന്ന പോയിന്റ് നിൽക്കുന്ന എവിടെയാണ്, ക്യൂ എന്ന ഫീൽഡിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇന്റഗ്രൽ ഇൻഫിനിറ്റി മുതൽ r എന്നുള്ള പോയിന്റുകളിലേക്ക് വരെയുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വർക്ക് ഈസ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r f × dr × cos θ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഓക്കെ ഇതല്ലേ ഫോഴ്സ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഇതാണ് ഫോഴ്സ് ഫോർ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെയാണ് ഓപ്പോസിറ്റ്, ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും തീറ്റ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും തീറ്റ = 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതായത് ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ, അതായത് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ അങ്ങോട്ടാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ cos 180 എന്ന് പറഞ്ഞാൽ എത്രയാണ്, cos 180 എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കൂടെ വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു പറഞ്ഞ ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r മൈനസ് f × dr. ക്ലിയർ ആണല്ലോ? അങ്ങനെ വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r f × dr. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഓക്കെ, ശ്രദ്ധിക്കാം, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വർക്ക് കിട്ടി. നമുക്ക് ഫോഴ്സിന് നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് പണ്ട്. ആ ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പം അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു ഫോഴ്സ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞത്, f = QE എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്യൂവിന് നമ്മൾ എന്ത് ചെയ്യാം, +1 കൂളംബാണ്. അവിടെ എത്തുന്ന ചാർജ് +1 കൂളംബാണ്. അപ്പൊ ക്യൂ എന്ന് പറഞ്ഞാൽ +1 കൂളംബാണ്. അപ്പൊ അങ്ങനെ f = 1 × E എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f = നമുക്ക് എന്ത് ചെയ്യാം, E എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ കേസിലേക്ക് ഇത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള വർക്ക് എന്ന് പറയുന്നത് എന്താ, ഇന്റഗ്രൽ മൈനസ് ഓഫ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r E × dr എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ ടു r E × dr. ഈ വർക്കിനെ പറയുന്ന പേരാണ് ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്താണ് ഈ വർക്കിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ V = -∞ ടു r E × dr. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഈ പൊട്ടൻഷ്യൽ അറ്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, അല്ലെങ്കിൽ പോയിന്റ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞതാണ് ഇവിടെ എന്താണ് പൊട്ടൻഷ്യൽ V = -∞ ടു r E × dr എഴുതാൻ പറ്റും. ഇവിടെ കിട്ടുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, വർക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ്. അതായത് പൊട്ടൻഷ്യൽ V = -∞ ടു r E × dr എഴുതാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഇവിടെ ചെയ്യുന്ന വർക്കിന് ഇവിടെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r E × dr എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. എവിടെ നിന്ന്, ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അപ്പൊ ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. ആ പോയിന്റ് എവിടെ ഉള്ളത്, ഇലക്ട്രിക് ഫീൽഡ് against electrostatic
റിപ്പൾഷൻ അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, അഗേൻസ്റ്റ് റിപ്പൾസീവ് ഫോഴ്സ്. ഇതിനാണ് പറയുക ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമുക്ക് ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് അഗേൻസ്റ്റ് റിപ്പൾസീവ് ഫോഴ്സ്. അതാണ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ, ഒരു പോയിന്റ് ചാർജ് ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ അറിയാം വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഓഫ് ഇൻഫിനിറ്റി ടു ആർ ഇ ഇൻറ്റു ഡി ആർ എന്ന് പറയാം. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ നമ്പർ നമുക്ക് അറിയാം. ക്ലിയർ ആണല്ലോ? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അറിയാലോ, അപ്ലൈ ചെയ്യാണ്. വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഓഫ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/4 എപ്സിലോൺ 0 q by r square into dr. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്റഗ്രേഷനെ വെളിയിലെടുക്കാം. അങ്ങനെയാണെങ്കിൽ v is equal to q by minus q by 4 pi epsilon 0 into 1 by r square into ഇവിടെ ഇന്റഗ്രേഷൻ ഉണ്ട് ഇൻഫിനിറ്റി ടു ആർ ഇൻറ്റു ഡി ആർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്യുക? 1 by r നമുക്ക് വേറെ രീതിയിൽ ചെയ്താൽ മതി. അതായത് 1 by r എന്നുള്ളത് r⁻² എന്നല്ലേ ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, പക്ഷേ v is equal to minus q by 4 pi epsilon 0 r⁻² അല്ലേ? അതായത് ഇൻഫിനിറ്റി ടു r⁻² ഇൻറ്റു ഡി ആർ. ഓക്കെ, അപ്പൊ നമ്മൾ r⁻²നെ അതായത് ഇന്റഗ്രൽ x⁻n എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുക. ഇന്റഗ്രൽ x⁻n എന്ന് പറഞ്ഞാൽ x⁻n+1/n+1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പൊട്ടൻഷ്യൽ v is equal to ഇന്റഗ്രൽ പൊട്ടൻഷ്യൽ ടു മൈനസ് q by 4 pi epsilon 0. ഓക്കെ, r⁻² നമ്മൾ എഴുതാം r⁻² plus 1/-2 plus 1 within the limit ഇൻഫിനിറ്റി ടു ആർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്ര കാര്യം എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈനസ് q by 4 pi epsilon 0. ഓക്കെ, ഇവിടെ r⁻1/-1 വിത്തിൻ ലിമിറ്റ് ഇൻഫിനിറ്റി ടു ആർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ താഴെ മുകളിൽ ഒരു മൈനസ് ഇല്ല. ഇവിടെ മൈനസ് q മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിലൂടെ പ്ലസ് ആവും. അങ്ങനെയാണെങ്കിൽ q by 4 pi epsilon 0 എഴുതാം. ബാക്കി എന്താ? r⁻1 എന്ന് പറഞ്ഞാൽ 1/r അല്ലെ? 1/r ഇൻറ്റു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇവിടെ പൊട്ടൻഷ്യൽ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത പേര് ചെയ്താം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടിയത്? v is equal to q by 4 pi epsilon 0 ഇൻറ്റു 1/r ഇൻറ്റു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ ലിമിറ്റ് ഈ ഇന്റഗ്രേഷനുള്ളിലേക്ക് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണ് പൊട്ടൻഷ്യൽ v is equal to q by 4 pi epsilon 0 1/r minus 1/infinity. ക്ലിയർ ആണല്ലോ? ഈ 1/infinity വാല്യൂ നമുക്ക് 1/infinity വാല്യൂ എന്താ? 0 ആണ്, അതായത് 0 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എഴുതാൻ പൊട്ടൻഷ്യൽ v is equal to 1/4 pi epsilon 0 q by r. ക്ലിയർ ആണല്ലോ? ഇതാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ട റിസൾട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഓക്കെ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ചാർജ് ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കുക. അപ്പോൾ 2 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞ 2 ഇക്വേഷൻസ്. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇപ്പം കിട്ടിയ ഇക്വേഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഓക്കെ, അപ്പൊ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഈ 2 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? ഇനി വരുന്ന ഡെറിവേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം v is equal to ഇന്റഗ്രൽ മൈനസ് ഓഫ് ഇൻഫിനിറ്റി ടു ആർ ഇ ഇൻറ്റു ഡി ആർ, അതുപോലെ v is equal to 1/4 epsilon 0 q by r. ആ 2 ഇക്വേഷൻസ് എന്തായാലും നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് ആവശ്യമില്ല. നമ്മളിനി അടുത്ത ഭാഗത്തേക്ക് പോകാലോ. ഓക്കെ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെ കാണാം? ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് പറഞ്ഞിട്ടല്ലേ? 2 equal and opposite charges separated by a small distance. അതിനെ പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ. ക്ലിയർ? 2 equal and opposite charges separated by a small distance ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇലക്ട്രിക് ഡൈപോൾ അത് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇവിടേക്ക് വരയ്ക്കാം.
ഓക്കെ, ഇപ്പൊ ഒന്ന് കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രിക് ഡൈപോൾ വരയ്ക്കാണ്. ഇലക്ട്രിക് ഡൈപോൾ എന്താ, മൈനസ് ക്യൂ ചാർജ് ഉണ്ടാവും, പ്ലസ് ക്യൂ ചാർജ് ഉണ്ടാവും. സെപ്പറേറ്റഡ് വേ സ്മോൾ ഡിസ്റ്റൻസ് ആണ് 2L. ക്ലിയർ ആണോ? ഇത്ര കാര്യം നമുക്കറിയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ, ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ ആൻഡ് അതുപോലെ തന്നെ ആക്സിൽ ലൈൻ ഓഫ് എ ഡൈപോൾ കണ്ടിട്ട്, ഓക്കെ, അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ട് ഇക്വിറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് അല്ല, അതുപോലെ തന്നെ ആക്സിൽ ലൈനിലുള്ള ഒരു പോയിന്റ് അല്ല, അല്ലാത്തൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അല്ലാത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ കൺസിഡർ ചെയ്യാൻ വെച്ചു. ഓക്കെ, ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, പി എന്ന് മാർക്ക് ചെയ്യുക, ഇവനെ പി എന്നുള്ള മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ പി എന്നുള്ള പോയിന്റുകളുടെ, അതായത് മൈനസ് ക്യൂ എന്ന ചാർജ് കൊണ്ട് പി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കാണണം. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ പ്ലസ് ക്യൂ എന്ന ചാർജ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പി എന്നുള്ള പോയിന്റിലായി പൊട്ടൻഷ്യൽ കാണും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സപ്പോസ് ഇതാണ് ഡൈപോളിന്റെ സെന്റർ എങ്കിൽ ആ സെന്ററിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടുന്ന് ഈ ഡിസ്റ്റൻസിലെ ഈ ഡിസ്റ്റൻസിലാണ് നമ്മൾ പറയാ ആർ മാർക്ക്. എന്താണ് ആർ? ഇവിടെ നിന്നാണ് ആംഗിൾ തീറ്റ. ക്ലിയർ ആണല്ലോ? ആംഗിൾ തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം പി എ മൈനസ് ക്യൂ എന്ന ചാർജ് കൊണ്ട് പി എന്ന പോയിന്റിലാണ് പൊട്ടൻഷ്യൽ നമുക്ക് കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അങ്ങോട്ട് നീട്ടി വരയ്ക്കാണ്. ഓക്കെ, അതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇതിനെ നീട്ടി വരയ്ക്കാം. ഓക്കെ, നീട്ടി വരച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ x1 കൊടുത്തു. മൈനസ് ക്യൂ ചാർജ് കൊണ്ട് പി എന്ന പോയിന്റിലാണ് പൊട്ടൻഷ്യൽ x1 എന്നും, അതുപോലെ പ്ലസ് ക്യൂ എന്ന ചാർജ് കൊണ്ട് പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ S2 എന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ഈ ഡിസ്റ്റൻസ് L ആണ്. L ഇത് 12 ആണ്. ഡൈപോൾ ലെങ്ത് 12 ആണെങ്കിൽ അതിന് പകുതി വരുമ്പോൾ L ആൻഡ് L. ഓക്കെ, അപ്പൊ എത്ര കാര്യം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എന്ന ഇക്വേഷൻ അറിയാം. പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു എന്താ, 1/4πε0 Q/R എന്ന് പറയാം. അതാണ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൊട്ടൻഷ്യൽ, അതായത് മൈനസ് ക്യൂ എന്ന ചാർജ് കൊണ്ട് പി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. അതായത് ഓക്കെ, പൊട്ടൻഷ്യൽ at a point P due to minus Q charge. മൈനസ് ക്യൂ ചാർജ് കൊണ്ട് പി എന്ന പോയിന്റിലാണ് പൊട്ടൻഷ്യലാണ് എന്ത് ചെയ്യുക, V1 ഇല്ല. V1 ഈസ് ഈക്വൽ ടു നമുക്ക് 1/4πε0 ഓക്കെ Q/h1. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ എടുക്കുന്നുണ്ട്. കാരണം എന്താ, ഇവിടെ മൈനസ് ക്യൂ ചാർജ് കൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യുക, അവിടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ അതേമാതിരി ഇവിടെ എഴുതിയാലോ, V2 കണ്ടല്ലോ. V2 അതായത് V2 എന്ന് പറഞ്ഞാൽ അതായത് P due to പ്ലസ് ക്യൂ ചാർജ്, പ്ലസ് ക്യൂ ചാർജ് കൊണ്ടായ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V2 ഈസ് ഈക്വൽ ടു 1/4πε0 പ്ലസ് Q/S2. ഓക്കെ, അതായത് എന്താ പറഞ്ഞത്, അതായത് നമുക്ക് രണ്ട് പൊട്ടൻഷ്യൽ V1 എന്നുള്ളത് മൈനസ് ക്യൂ എന്ന ചാർജ് കൊണ്ട് പി എന്നുള്ള പോയിന്റ് പൊട്ടൻഷ്യൽ കിട്ടി, പ്ലസ് ക്യൂ എന്ന ചാർജ് കൊണ്ട് അതുപോലെ തന്നെ പി എന്ന പോയിന്റ് പൊട്ടൻഷ്യൽ കിട്ടി. അങ്ങനെ ടോട്ടൽ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, V1 പ്ലസ് V2 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 1/4πε0 മൈനസ് Q/h1 പ്ലസ് 1/4πε0 പ്ലസ് Q/S2. ക്ലിയർ ആണോ? അതിന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. ഇവിടെ നമുക്ക് Q/4πε0 ഇൻറ്റു ഇനി നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള എന്താ മൈനസ് 1/h1 പ്ലസ് 1/S2 എന്ന് എഴുതാം. ഓക്കെ, അതിന് നമുക്ക് എഴുതാൻ പറ്റും Q/4πε0 നമുക്ക് നേരത്തെ തിരിച്ചിടാം, 1/S2 മൈനസ് 1/h1 എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ h1 h2 നമ്മൾ കാണണം. ഓക്കെ, അപ്പൊ നമ്മൾ ഡയഗ്രത്തിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, ഓക്കെ, നമ്മളിപ്പോ പൊട്ടൻഷ്യൽ കാണാം. അപ്പൊ h1 h2 കാണണം. അപ്പൊ ഈ h1 h2 കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, ഈ h1 നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാൻ പോകാം. ഓക്കെ, അപ്പൊ ഈ h1 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരച്ചൂടെ. ഓക്കെ, ഈ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് ചെയ്യുക, തീറ്റ എന്ന് പറയും. നമുക്ക് ഈ ആംഗിൾ തീറ്റ എന്ന് പറയും. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേര് ഇവിടെ y എന്നാണ്. y എന്നൊക്കെ ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതുപോലെ തന്നെ S2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ലെങ്ത് ഓക്കെ, ഇത് y. ഓക്കെ, ഇത് R ആണെങ്കിൽ ഇത് y ഡാഷ്. ക്ലിയർ ആണല്ലോ? ഇത് y ഡാഷ്. h1 ഈസ് ഈക്വൽ ടു ആ ഡയഗ്രത്തിൽ നിന്നിട്ട് h1 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ,
h1 അപ്പോൾ ഈ സ്മോൾ ട്രയാങ്കിൾ h1 is equal to നമുക്ക് ഇങ്ങനെ ഇവിടെ r പ്ലസ് y ഇവിടെ h1 is equal to r പ്ലസ് y എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, കോസ് തീറ്റ പറയാം. ഓക്കെ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇവിടെയുള്ള അഡ്ജസന്റ് സൈഡ് എന്ന ഡയഗ്രത്തിൽ എന്ത് കിട്ടുന്നത്, അഡ്ജസന്റ് സൈഡിൽ നമുക്ക് ഇവിടെ നോക്കാലോ. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത്, ഓക്കെ, ഇവിടെ ഉള്ള അഡ്ജസന്റ് സൈഡ് ഏതാ, അഡ്ജസന്റ് സൈഡ് ആണ് y ആണ് അല്ലേ, ഇതാണ് അഡ്ജസന്റ് സൈഡ്. ഓക്കെ, ഇവിടെയുള്ള ഹൈപ്പോട്ടന്യൂസ് ഓഫ് ലെങ്ത് ആണ് അല്ലേ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം കോസ് തീറ്റ പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് പറഞ്ഞാൽ y ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോറി, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ തന്നെ y ആണ്, ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ L ആണ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാം, y കാണാം. y is equal to L cos തീറ്റ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ h1 ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാം, y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, h1 ഈക്വൽ ടു r പ്ലസ് L cos തീറ്റ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, അതേമാതിരി S2 കാണാം. ഓക്കെ, അപ്പൊ അതിന് S2 എന്ന് പറയുന്നത് നമ്മളിവിടെ ഡയഗ്രത്തിൽ പറഞ്ഞു. S2 എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇതാണ് r, ഇത് y ഡാഷ്. ഓക്കെ, അപ്പൊ S2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് S2 വരെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ r ആണ് കറസ്പോണ്ടിങ്. ഓക്കെ, ഈ r നിന്നിട്ട് എന്ത് ചെയ്യാം, കിട്ടുന്ന ഈ y ഡാഷ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുക, S2 കിട്ടും. ഓക്കെ, അപ്പൊ S2 എന്ന് പറഞ്ഞാൽ എന്താ, S2 r മൈനസ് y എഴുതാൻ പറ്റും, y ഡാഷ് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എങ്ങനെ വേണം, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അതേമാതിരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, y ഡാഷ് ഡിവൈഡഡ് ബൈ L കിട്ടും. കോസ് ഈസ് ഈക്വൽ ടു y ഡാഷ് ബൈ L കിട്ടും. അതിന് y ഡാഷ് കാണാം, y ഡാഷ് ഈസ് ഈക്വൽ ടു L കോസ് തീറ്റ, y ഡാഷ് ഈസ് ഈക്വൽ ടു L കോസ് തീറ്റ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, y ഡാഷ് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കിട്ടിയ y ഡാഷ് നമ്മൾ S2 ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. S2 is equal to r minus L cos theta. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻസ് കിട്ടി, ഇതും കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, r plus L h1 h2 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ആ കിട്ടിയ വാല്യൂ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പൊട്ടൻഷ്യലിലേക്ക് ഇക്വേഷനിലേക്ക്. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഏതാ ഈക്വൽ ടു q ബൈ 4πε0. ഓക്കെ, 1 ബൈ h2 h2 സ്ഥാനത്ത് r പ്ലസ് r minus L cos theta, r minus L cos theta minus 1 by r plus L cos theta. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, q ബൈ 4πε0 r plus L cos theta minus r minus L cos theta. ഓക്കെ, r minus L cos theta, ഇത്രയും കാര്യം കിട്ടി. ഓക്കെ, അപ്പൊ താഴെയുള്ള r മൈനസ് എൽ കോസ് തീറ്റ ഇൻറ്റു r പ്ലസ് എൽ കോസ് തീറ്റ ആണ്. അത് നമുക്ക് എങ്ങനെയാണ്, അതായത് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്നുള്ള ഫോർമാറ്റിലാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, r സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിവിടെ വെട്ടിപ്പോയുള്ള കാര്യങ്ങളൊക്കെ വെട്ടിപ്പോവാം. ഓക്കെ, ഇവിടെ ഒരു r ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു മൈനസ് r ഉണ്ട്, രണ്ടും വെട്ടിപ്പോയി. ഓക്കെ, പിന്നെ എന്താ, എൽ കോസ് തീറ്റ ഉണ്ട്, പിന്നെ മൈനസ് എൽ കോസ് തീറ്റ എന്നുള്ളത്. ഓക്കെ, മൈനസ് മൈനസിന്റെ പ്ലസ് ആവും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ q ബൈ 4πε0 ഇൻറ്റു 2L കോസ് തീറ്റ ഡിവൈഡഡ് ബൈ r സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇപ്പൊ ഡൈപോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ഉണ്ട് അല്ലേ. അപ്പൊ L എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ r ആണ്. L എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെങ്കിൽ സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും q ബൈ 4πε0 2L കോസ് തീറ്റ ഡിവൈഡഡ് ബൈ r സ്ക്വയർ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ട് പൊട്ടൻഷ്യൽ V is equal to ഒക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഡൈപോൾ മൊമെന്റ് പറഞ്ഞാൽ q ഇൻറ്റു 2L ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ q ഉണ്ട് 2L ഉണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ ഒരുമിച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ 1 ബൈ 4πε0 q ഇൻറ്റു 2L ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ p കോസ് തീറ്റ ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താ കിട്ടിയത്, ഒരു പൊട്ടൻഷ്യൽ കിട്ടി അല്ലേ. പൊട്ടൻഷ്യൽ ഡ്യൂറ്റി ആണ് ഡൈപോൾ. ഓക്കെ, ഒരു പൊട്ടൻഷ്യൽ ഡ്യൂറ്റി ഡൈപോൾ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറ്റി ആണ് ഡൈപോൾ ആയി കിട്ടിയത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ, നമുക്ക് കിട്ടിയത് ഒരു ഡൈപോളിന്റെ ഒരു ഇക്വേഷൻ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിന്നിട്ട് നമുക്ക് ഒരു കാര്യം എഴുതാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം v is equal to 1/4πε0 അതുപോലെ തന്നെ v is equal to 1/4πε0 കിട്ടി. ഓക്കെ, ഇൻറ്റു പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ കിട്ടി. ഇതാണ് വിട്ടിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടി. ഓക്കെ, ഇനി ഈ പൊട്ടൻഷ്യൽ കിട്ടി ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ ഡൈപോളിന്റെ കേസിൽ പി എന്നുള്ളത് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആക്സിലൈനിലുള്ള ഇക്വറ്റോറിയൽ അല്ല, അങ്ങനെ രണ്ടാം പോയിന്റിൽ നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് പി എന്നുള്ള പോയിന്റിനെ ആക്സിലൈനിലാണ് വിചാരിക്കുക. ഓക്കെ, പി അതായത് അതിന്റെ അർത്ഥം എന്താ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ ഡൈപോൾ ഉണ്ട് അല്ലെ, ഡൈപോൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ ആണ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പൊ ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കണ്ടത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ ആക്സിൽ ലൈൻ, അതായത് ഇതാണ് ആക്സിൽ ലൈനിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഇക്വൽ ടു 0 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും കോസ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഇക്വൽ ടു 0 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഇക്വൽ ടു എത്ര? കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ v ഇക്വൽ ടു 1/4πε0 p/r². ഇതാണ് ആക്സിൽ ലൈനിന്റെ പൊട്ടൻഷ്യൽ. ഓക്കെ, v is equal to 1/4πε0 p/r² കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പം ആക്സിൽ ലൈനിന്റെ പൊട്ടൻഷ്യൽ കിട്ടി. സപ്പോസ് ഈ പോയിന്റ് ഉള്ളത്, ഓക്കെ, സപ്പോസ് ഈ പോയിന്റ് ഉള്ളത് ഈ ഇക്വറ്റോറിയൽ ലൈനിലാണ് വിചാരിക്കുക. ഇക്വറ്റോറിയൽ ലൈനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വറ്റോറിയൽ ലൈനിൽ എന്ന് പറയുന്നത് ഇവിടെ എത്ര? 90 ഡിഗ്രിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ കോസ് 90 എന്ന് പറഞ്ഞാൽ എത്ര? 0 ആകും. അതായത് വി ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാം? 0 ആയിരിക്കും. അപ്പൊ ആക്സിൽ ലൈനിലെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാം? 1/4πε0 p/r² ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇക്വറ്റോറിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ എന്ത് ആയിരിക്കും? 0 ആയിരിക്കും. ഈ കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ആണ് നമ്മൾ ഇങ്ങനെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താ നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. ഓക്കെ, സപ്പോസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ഓക്കെ, കുറെ ചാർജസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ എക്സെട്ര ടു Q1 ചാർജസ് ആണ്. ഓക്കെ, Q1 ഉണ്ട്, Q2 ഉണ്ട്, എക്സെട്ര കുറെ ചാർജസ് ഉണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ എക്സെട്ര. ഓക്കെ, ഇവിടെ ഉള്ള പോയിന്റ് ആണ് Q2, ഇത് Q1. ക്ലിയർ ആണല്ലോ? അപ്പം Q1, Q2 എക്സെട്ര Q എന്നുള്ള കുറെ ചാർജസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കാണേണ്ടത് ഇവിടെ ഒരു പോയിന്റ് ഞാൻ പി എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ Q എന്ന ചാർജ് കൊണ്ട് അതുപോലെ Q1 എന്ന ചാർജ് കൊണ്ട് അല്ലെങ്കിൽ Q2 എന്ന ചാർജ് കൊണ്ട് അല്ലെങ്കിൽ Q എന്നുള്ള ചാർജ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പി എന്ന പോയിന്റിലാണ് പൊട്ടൻഷ്യൽ കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കാലോ. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വരയ്ക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ പറഞ്ഞത്? ഓക്കെ, അതായത് Q1 എന്നുള്ള ചാർജ് കൊണ്ട് പി എന്ന പോയിന്റിലായിരുന്ന പൊട്ടൻഷ്യൽ കാണാം. Q2 എന്ന പോയിന്റ് കൊണ്ട് പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാം. അതുപോലെ Q1 എന്നുള്ള ചാർജ് കൊണ്ട് പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസിന് R1P എന്ന് എഴുതാൻ പറ്റും, R2P എഴുതാൻ പറ്റും, ഇതാണ് RNP എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താ? V is equal to V1 plus V2 plus etc plus V എന്ന് എഴുതിക്കൂടെ ടോട്ടൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ. V is equal to ഓക്കെ V1 എന്ന് പറയുമ്പോൾ Q1 എന്ന ചാർജ് കൊണ്ട് പി എന്ന പോയിന്റിലാണ് പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ V is equal to 1/4πε0 Q1/R1P പ്ലസ് ഇനി എന്ത് ചെയ്യുക? Q2 എന്ന ചാർജ് കൊണ്ട് പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ, അതാണ് V2. ഓക്കെ, 1/4πε0 Q2/R2P plus etc plus 1/4πε0 Qn/RnP. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി എഴുതാൻ പറ്റും V is equal to കോമൺ ആയിട്ടുള്ള എടുക്കാനുള്ള കാരണം ഒരുമിച്ച് ചെയ്താൽ 1/4πε0 Q1/R1P plus Q2/R2P plus etc plus Qn/RnP. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി ഒരുമിച്ച് ചെയ്താൽ V is equal to 1/4πε0 ഒരുമിച്ച്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്ത് ഇത് ആഡ് ചെയ്യാൻ നടത്തും. അതിന്റെ അർത്ഥം സമ്മേഷൻ എടുക്കാം.
സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 മുതൽ n വരെ ഇൻറ്റു QI/RIP എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. അപ്പോൾ സിസ്റ്റം ഓഫ് ചാർജിലാണ് പൊട്ടൻഷ്യലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ കംപ്ലീറ്റ് ആയിട്ട് ഡെറിവേഷൻ ആണ്, കുറച്ച് ലെങ്തി ആണ്, അപ്പൊ കുറച്ച് ലാഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഇത് മസ്റ്റ് ആയിട്ട് എക്സാമിന് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇത് ചെയ്ത് തന്നെ പഠിക്കാം. ഒരു മിനിമം ഒരു 10 വർഷങ്ങളിൽ എഴുതി പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.